ഭഗവത്ഗീതയും പരിഹാരങ്ങളും. സർ, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് മനുഷ്യ ലൈഫിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, നിരന്തരം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഭഗവത്ഗീത ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഓരോ മനുഷ്യനും പ്രചോദനമാണ്. ഇതെങ്ങനെ ജ്യോതിഷവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം? ഭഗവത്ഗീത വരുന്നത് ശരിക്കും വേദങ്ങളുടെ അപ്പുറത്തുള്ള ഉപനിഷത്തിൻ്റെ സ്വാംശീകരണമാണല്ലോ ഭഗവത്ഗീത. കൃഷ്ണൻ അർജുനനോട് കൊടുക്കുന്ന ഉപദേശം എങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ, അർജുനൻ അതൊരു യുദ്ധഭൂമിയായി പോയതുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് വേറെ ഭൂമിയായിരുന്നെങ്കിൽ അതങ്ങനെ വരില്ല. എങ്ങനെ പ്രായോഗിക ജീവിതം എന്താണ്, എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മം എങ്ങനെ ചെയ്യണം. അത് നമ്മളെല്ലാം കർമ്മം ചെയ്യുന്ന സ്വകർമ്മഭോക്തൃക്കളാണ് നമ്മളെല്ലാം. അപ്പോൾ ഈ ഗീതയിൽ പറയുന്നത്, കർമ്മത്തെപ്പറ്റി പറയുന്നത് പിന്നെ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. അപ്പോൾ ഫലം നോക്കാതെ കർമ്മം ചെയ്യണം എന്നുള്ളതാണ്. കർമ്മം പലതരത്തിലുള്ള കർമ്മമുണ്ട്. സകാമ കർമ്മമുണ്ട്, നിഷ്കാമ കർമ്മമുണ്ട്, അങ്ങനെ ദുഷ്കാമ കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഈ കർമ്മത്തിലെ ഏറ്റവും മഹത്വമുള്ള കർമ്മം എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചു പോകുന്നവർക്ക് ഡെയിലി ലൈഫ് പ്രാക്ടീസ് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മൾ നിഷ്കാമകർമ്മം മാക്സിമം നിഷ്കാമമായി കൊണ്ട് ജോലി ചെയ്യുക, കർമ്മം ചെയ്യുക, എന്നാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഗീതയുടെ പഠനം. അപ്പം അല്ലാതെ വേറെ ഒരു രീതിയിലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്യാൻ തന്നെയാണ് അർജുനനോട് പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സമൂഹത്തിൻ്റെ ഗുണമായിട്ടുള്ള മാക്സിമം നിഷ്കാമമായിട്ടുള്ള കാര്യങ്ങളെ കർമ്മം ചെയ്യാൻ പറയുന്നുള്ളൂ. അതിൻ്റെ തുടർച്ചകളായിട്ട് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞതെന്ന് വെച്ചാൽ കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. വിവേകാനന്ദൻ പലതിനെയും വിപ്ലവകരമായിട്ട് ചോദ്യം ചെയ്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, എൻഹാൻസ് ദ ഡിവിനിറ്റി ഓൾറെഡി വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കുറവുകളുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഡിവിനിറ്റി ഉണ്ട്, ദൈവമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഡിവൈനായിട്ടുള്ള സാധനമാണ്. എൻഹാൻസ് ദ ഡിവിനിറ്റി ഓൾറെഡി വിത്തിൻ യു എന്നുള്ളതാണ് ഈ അത് ഗീതയുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അവനവരാൽ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരും. അവിടെ വരുന്നത് നിഷ്കാമകർമ്മത്തിൻ്റെ മഹത്വമാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് മോഹങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഡെയിലി ലൈഫ് ചെയ്യുമ്പോഴും ഈ നിഷ്കാമത്തെ കുറച്ച് പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള നമ്മുടെ സക്സസ്സിന്. എല്ലാവരും ദുഃഖത്തിൻ്റെ പേരിലാണല്ലോ ജ്യോതിഷത്തിലേക്ക് എല്ലാവരും വരുന്നത്, ദുഃഖങ്ങളാണല്ലോ കാരണം. അപ്പോൾ അതിൻ്റെയുള്ള പരിഹാരങ്ങളിൽ ഇതാണ്, കഴിയുന്നത്ര ഇങ്ങനെ പ്രവർത്തികളിൽ കൂടെ. മഹാത്മാഗാന്ധി അതിൻ്റെ ഒരു ഉദാഹരണം. അദ്ദേഹത്തെ പറയുമ്പോൾ നിങ്ങൾ മറ്റേ രാഷ്ട്ര നേതാവായിരുന്നു, പ്രവർത്തകനാണ്, മറ്റേതാണ് അദ്ദേഹം പറഞ്ഞു, ഐ എം എ സിമ്പിൾ മാൻ, ഞാൻ സിമ്പിൾ ഹ്യൂമൻ ബീങ് ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്. സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. പലരും പല രീതിയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഗീതയുടെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അവരും ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അർജുനനും കൃഷ്ണനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും എല്ലാവരും നമ്മളിങ്ങനെ പ്രായോഗിക ജീവിതമാണ് കാണിച്ചത്. ഇതെന്നെല്ലാം മനസ്സിലാക്കാനുള്ളത്, ഏത് തരത്തിലുള്ള ജീവിതാവസ്ഥകളുണ്ടെങ്കിലും മനുഷ്യന് നന്നാവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് വേദാന്തത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. സാർ പറഞ്ഞത് വളരെ ക്ലിയറാണ്. അതായത് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ എന്താ പറയുക, ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ ബുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ ബുദ്ധൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത് ടോട്ടലി ചേഞ്ച് ഓവറാണ്, ഒരു മേക്ക് ഓവർ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിനെ നമ്മളിപ്പോൾ വിശ്വാസികളായവരും വിശ്വാസികളല്ലാത്തവരും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും. പിന്നെ ബുദ്ധമത സന്യാസികൾ എന്ന് പറയുന്നത് വളരെ മുകളിലത്തെ ലെവലിൽ എന്താ പറയുക നിൽക്കുന്ന ആൾക്കാരാണ്. മോങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ ടു ദ ലൈഫ്. അദ്ദേഹത്തിനെ പറ്റി സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്താണ്? ബുദ്ധൻ ഈ വേദത്തിൻ്റെ ഒരു വഴി ആചാരപരമായിട്ടും ആചാരബദ്ധമായിട്ടും പോയി. ആചാരങ്ങൾ മാത്രമല്ല ജീവിതം, ആചാരങ്ങൾ മാത്രം കുടുങ്ങിപ്പോയി. അത് ചില ആളുകൾ അത് ഉപയോഗിച്ച് അവർ സുഖിക്കുകയും മറ്റു കുറേ ആൾക്കാർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ വരികയും. അപ്പോൾ വേദത്തിന് അങ്ങനെ ഒരു അപജയം സംഭവിച്ചു. ആ സമയത്താണ് ബുദ്ധനുണ്ടാകുന്ന ബുദ്ധൻ്റെ പ്രസക്തിയും വരുന്നത്.
അപ്പോൾ ആചാരങ്ങളല്ല അതിന് മേളിലുള്ള കാര്യങ്ങളാണ്. ബുദ്ധൻ ശരിയായിട്ടും പറഞ്ഞ വേദാന്തിയായിരുന്നല്ലോ. അദ്ദേഹം ശരിക്കും ഈ കോൺഷ്യസ്നെസ്സിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ വക്താവായിരുന്നു. അപ്പോൾ വിശ്വാസിക്കും അദ്ദേഹത്തെ അംഗീകരിക്കുക, അവിശ്വാസിക്കും അംഗീകരിക്കുക. ബുദ്ധൻ പറഞ്ഞത് ധ്യാനമാണ് വഴിയെന്നാണ്. ബുദ്ധൻ്റെ വഴി ധ്യാനമാണ്, മെഡിറ്റേഷൻ്റെ വഴിയാണ് ബുദ്ധൻ പറഞ്ഞത്. അത് ലോകം മുഴുക്ക ഇപ്പോഴും വളരെയധികം ആൾക്കാർ വ്യാപിച്ച് ചെയ്യുന്നൊരു സാധനമാണ് മെഡിറ്റേഷൻ. അതാണ് ബുദ്ധൻ്റെ സംഭാവന. മെഡിറ്റേഷൻ എന്നുള്ളതാണ് ബുദ്ധൻ്റെ സംഭാവന. അത് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു സെക്കുലറായ സംഗതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് പ്രാക്ടീസ്. യു ക്യാൻ വിശ്വാസിക്കും അവിശ്വാസിക്കും ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യും. ഇതാണ് ബുദ്ധൻ്റെ സംഭാവന. സാർ, ഇപ്പോൾ ഈ സാധാരണപ്പെട്ട ഒരാളുടെ ലൈഫിൽ ക്രൈസിസ് വരുന്ന സമയങ്ങളിൽ, അപ്പോൾ ചില നക്ഷത്രങ്ങളുടെ ചില ഗ്രഹങ്ങൾ നോക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ ബലം വളരെ കുറവായിരിക്കും. ഗ്രഹബലക്കുറവ് കൊണ്ട് സംഭവിക്കാവുന്ന ദോഷങ്ങൾ വളരെ വലുതാണ്. അതിനകത്ത് എസ്പെഷ്യലി ചന്ദ്രൻ്റെ ബലക്കുറവുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ പലരും പറയും പ്രാണായാമം ചെയ്യൂ, മെഡിറ്റേറ്റ് ചെയ്യൂ, പ്രാണായാമം നിങ്ങൾക്ക് വളരെ ഫലം തരും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്? ഗ്രഹബലം, പ്ലാനറ്ററി സ്ട്രെങ്ത്. അതെ, പ്ലാനറ്ററി സ്ട്രെങ്ത് ഈ പറയുന്ന ഈ 7 ഗ്രഹങ്ങൾക്ക്, സൂര്യൻ തൊട്ടുള്ള സൂര്യൻ, ചന്ദ്രൻ തൊട്ടുള്ള ശനി വരെയുള്ള 7 ഗ്രഹങ്ങളുടെയും ഈ 7 ജാതകപ്രകാരം, ഗ്രഹനില പ്രകാരം ഈ 7 ഗ്രഹങ്ങൾ, എല്ലാ ഗ്രഹങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലനാകണമെന്നില്ല. അപ്പോൾ അനുകൂല ഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് യോഗകാരകനായ, ഉദാഹരണം ഒരാൾക്ക് 4ാം ഭാവാധിപനും 9ാം ഭാവാധിപനും ശുക്രനാണെന്ന് വെച്ചു. കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും ശുക്രന് വരികയും അവൻ യോഗകാരകനാവുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും യോഗം തരേണ്ട ആളാണ് ഒരാളുടെ ശുക്രൻ എന്ന് വെച്ചോളൂ. അയാളുടെ ജാതകത്തിൽ ശുക്രൻ്റെ ബലം ഒന്നിൽ കുറവാണെങ്കിൽ നമ്മൾ പറയുന്നു അയാൾക്ക് ഗ്രഹബലം കുറവാണ്. അപ്പോൾ ഏറ്റവും ബലം കൊടുക്കേണ്ട ആൾക്ക് ബലമില്ലാതിരിക്കുന്ന ആൾക്ക് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ആക്റ്റീവായിരിക്കില്ല. അപ്പോൾ അതിനുള്ള പല പല പരിഹാരങ്ങളും കൊടുക്കാറുണ്ട്. ചന്ദ്രൻ്റെ ബലം കുറയുന്ന സമയത്ത് ആ കാര്യം സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാരകത്വം ഉള്ളതാണ്. ടെൻഷൻസ് ഉണ്ടാവും, മൂടിയായിരിക്കും, മറ്റങ്ങനെയുള്ളതുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മറ്റു പലതിനെ പോലെയും പ്രാണായാമം വളരെ വിശേഷമാണ്. പ്രാണായാമങ്ങൾ, പലതരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. അത് എവിടെയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും നമ്മൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടാണ് കണ്ടിട്ടുള്ളത്. വളരെ സന്തോഷം. അതായത് ഈ ഒരു മാനുഷിക ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിനകത്ത് നമ്മൾ ഭഗവത്ഗീത വലിയൊരു കോൺട്രിബ്യൂഷൻസാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്ന് വരില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും അത് കൺസീവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് പേര് അറിയാതെ തന്നെ ആ മാറ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന് വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഈ യോഗ്യതയുള്ള പൂജാരിമാർ, യോഗ്യതയുള്ള തന്ത്രിമാർ, അതുപോലെ അറിവുള്ള ജ്യോതിഷന്മാർ വലിയൊരു ഘടകം വഹിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു പോയിന്റ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വീണ്ടും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, വീണ്ടും പഠിക്കാനും ജീവിതം മുന്നോട്ട് കോൺഫിഡൻസോടുകൂടി പോകാനും കഴിയട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.